ശേഷു, ലച്ചു, ശിവ വന്നേങ്ങ. എന്താ നീ ചോദിക്കണേ? നീ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് പോയതല്ലേ അങ്ങോട്ട്? കൈ കഴിയതല്ലേ? പിന്നെന്താ ഇപ്പൊ ചോദിക്കണേ? ഒന്നുമില്ല അമ്മേ, ഇതിന് രാത്രിയിലേ ഉറങ്ങുമ്പോ മുമ്പ് ഭക്ഷണം കൊണ്ടുവച്ചാ അതും കറുമുറാന്ന് തിന്നും. അങ്ങനത്തെ ആളാ ഇത്. എടി ചേട്ടൻ വളർന്ന പ്രായവാ. പിന്നെ പല്ലും എല്ലും ഒക്കെ വളരെങ്കിലേ ഫുഡ് വേണം, ഫുഡ്. നീ ഉറങ്ങിയോ? ഉറങ്ങാൻ കിടന്നല്ലേ? ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. വല്ലതും അറിയണോ? അമ്മ എന്തിനാ വിളിച്ചേ? 3 കൊണ്ടിരുന്നേ. പിന്നെ ഇരിക്കാം, അമ്മ കാര്യം പറ. ഇരുന്നിട്ടേ കാര്യം പറയാനുള്ളൂ. ഇരുന്നു പറ. നാളെ അമ്മ വെളുപ്പിന് കാളിക്ഷേത്രത്തിൽ പോകും. അപ്പൊ ഞാനും വരുന്നു. ഇരട്ടപ്പായസം പറയണം. എനിക്കൊരു പാൽപ്പായസം. അതൊന്നും അല്ല, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാണ്. നാളെ രാവിലെ വെളുപ്പിന് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അമ്മ മൗനവ്രതത്തിലായിരിക്കും. നല്ല കാര്യം. ഓ, അതായത് നാളെ രാവിലെ അമ്മ 6 മണിക്ക് വാ അടച്ച പിന്നെ അന്ന് വൈകുന്നേരം 6 മണിക്ക് വാ തുറക്കും അല്ലേ? ആഹാരം എങ്ങനെ കഴിക്കും? നാളെ ഞാൻ അരിയാഹാരമൊന്നും കഴിക്കില്ല. ഓ, പിന്നെ എന്ത് കഴിക്കാനാണ് പ്ലാൻ? അരിയല്ലാത്ത എന്തും കഴിക്കാലോ. ഫ്രൂട്ട്സ് കഴിക്കാം, ഗോതമ്പിന്റെ കഴിക്കാം. ഈ വീട്ടിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അമ്മ മൗനവ്രതം എടുക്കണേ. അങ്ങനെ തുടർച്ചയായിട്ട് 6 മാസം എടുക്കും. അതോടെ നിങ്ങളുടെ അച്ഛന് നല്ല ബുദ്ധി ദൈവം കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അമ്മയെ കൊണ്ട് വർത്തമാനം പറയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കേട്ടോ. കൂട്ടുമാമ, അപ്പൊ മൗനവ്രതം അവസാനിപ്പിക്കുന്നത് എങ്ങനെ? മൗനവ്രതം അവസാനിപ്പിക്കുന്നത് കലബല 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 എന്ന് പറയും, അല്ലെങ്കിൽ കൂവും. പോയി കിടന്ന് ഉറങ്ങടാ, പോടാ. എന്താ രാത്രി 12 മണിയായാലേ ശിവരാത്രിയാ? ഉറക്കമില്ലേ? അപ്പൊ അച്ഛൻ ഉറങ്ങത്തെയോ? അച്ഛന്റെ ശിവരാത്രിയാണോ? എന്താ ഇവിടെ കാര്യം? എന്താ ചർച്ച? എന്ത് എന്താടാ? അമ്മ മൗനവ്രതത്തില്ല. അമ്മ മൗനവ്രതത്തില്ല. നാളെ 6 മണി മുതൽ 6 മണിയിൽ അടയ്ക്കും. രാത്രി ആകുമ്പോ 6 മണിക്ക് 6 മണിക്കാണ് തുറക്കണേ. എന്റെ അപ്പോ ആശ്വാസം കിട്ടും കേട്ടാ. നീ ദിവസം ചെയ്യണേ ഇത്. കഷ്ടമുണ്ട് അച്ഛ. പാവല്ലേ അമ്മ? അയ്യോ, കിടന്നോ. ബൈ അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയി. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. ഇതുപോലെയാണ് നമ്മളെ ജീവിതം. ആടാടാ ആട്. എന്റെ അമ്മ വല്ല സംസാരിച്ച? ഒന്നും മിണ്ടിയില്ല. അച്ഛാ, എന്നാ പ്രസാദം. കുളിച്ചില്ലടാ? കുളിച്ചാലും അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഓ, പോയ വഴിയിലെല്ലാം കിട്ടിയാ? കിട്ടി. കബഡി മിഠായും പിന്നെ പായസവും കിട്ടി. കൊണ്ടുപോകുന്നുണ്ട്. അച്ഛനറിയാവോ അമ്മ എന്തിനാ ഈ വ്രതം എടുക്കുന്നെന്ന്? അവർക്ക് വേറെ തൊഴിലില്ലാത്തോണ്ട്. അച്ഛനല്ലേ തൊഴിലില്ലാത്തേ? അച്ഛനെ നന്നാക്കാൻ വേണ്ടിയാ അമ്മ മൗനവ്രതം എടുക്കുന്നേ. ആര് പറഞ്ഞു? അമ്മ അമ്പലത്തിൽ ചെന്നപ്പോ ഒരു കൂട്ടുകാരോട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെടുത്ത് പറയണത്? അവള് വാ തുറക്കൂലല്ലോ, പിന്നെ എങ്ങനെ പറയണ അവള്? എന്റെ അച്ഛൻ ആംഗ്യം കാണിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ പറയുന്ന കേക്ക് ആംഗ്യം കാണിച്ച് പറഞ്ഞപ്പോ കൂട്ടുകാർക്ക് മനസ്സിലായ? കേക്ക് അച്ഛാ, അമ്മ ആംഗ്യം കാണിച്ച് പറഞ്ഞു ഞാൻ മൗനവ്രതം എടുക്കുവന്ന്. അപ്പൊ കൂട്ടുകാരി പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണ്, ഭർത്താവിന്റെ എല്ലാ ദുശീലവും മാറും, ഭർത്താവിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വരും, പിന്നെ ഭാര്യ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കും, ഭർത്താവിന് നല്ല ജോലി കിട്ടും, ഭർത്താവ് ജോലിക്കൊക്കെ പോകും, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനടുത്ത മൂർത്തി കണ്ടിട്ടുണ്ടോ? ഉഗ്ര മൂർത്തിയാ, പറഞ്ഞ അതുപോലെ നടക്കും. പിന്നെ ആ മൂർത്തി ഒന്ന് കാണണം. 4-5 രാക്ഷസന്മാരുടെ കഴുത്ത് ഞെരിച്ച് രക്തമൊക്കെ ഒലിച്ച് കാണുമ്പോ തന്നെ പേടിയോ? അച്ഛാ, പേടിച്ചു പോയാ? ഡേയ്, എന്റെ അപ്പൂപ്പൻ വിചാരിച്ചിട്ട് എന്റെ അച്ഛനെ നന്നാക്കാൻ പറ്റില്ല, എന്റെ അച്ഛൻ വിചാരിച്ചിട്ട് എന്നെ നന്നാക്കാൻ പറ്റില്ല. ഇനിയാണ് നിന്റെ അമ്മ. പോയല്ല പായസം എടുത്തിന്. പോടെ, മതി മതി, പോ. നടക്കണം. കൊള്ളാം, അമ്മ പറഞ്ഞ അതുപോലെ അച്ഛൻ അനുസരിക്കും. അടിമയാക്കാനുള്ള പരിപാടിയാണ്.
ഉഗ്രമൂർത്തിയുടെ അടുത്ത് നിന്നാണ് പ്രാർത്ഥന. പക്ഷെ അവളെ മൗനവ്രതം മുടക്കണം. ഇവിടെ കഴിക്കടാ, പോടാ, പായസം കഴിക്കടാ. അച്ഛന് വേണ്ടേ? അച്ഛൻ കഴിച്ചോളാം. പോ കാണത്തില്ല. ഓടേ. എന്നാ ശരി, ഞാൻ തന്നെ നോളാം. വന്നേക്കണോട്ടോ. ഓ അയ്യോ, ഇന്ദു, മറിയ, സാവിത്രി. അയ്യോ, നമ്മളെ സാവിത്രി പേര് കേട്ടുവിട്ടാലും മതി. ഭർത്താവിനെ അടിക്കാത്ത ഒരു ദിവസമില്ല. അവൾക്ക് തന്നെ ഇരിക്കട്ടെ. ഒന്നുകൂടെ ഇരിക്കട്ടെ. മതി, 2 മിസ് കാണും മതി. സൂപ്പർ ടേസ്റ്റ്. അമ്മ, ദേ സാവിത്രി ചേച്ചിയുടെ കോള് അറ്റൻഡ് ചെയ്യാനാണോ? ഹലോ, ആ ചേച്ചി, ഞാൻ ലച്ചുവാ. ആ, അമ്മ എവിടെയുണ്ട്? മിസ് കോൾ വന്നു. ഒരു മിനിറ്റ്. അമ്മ, ചേച്ചിനെ വിളിച്ചായിരുന്നോ? ഇല്ല ചേച്ചി, വിളിച്ചില്ല. 2 മിസ് കോളാ? ആ ചേച്ചി, അമ്മ 6 മണിക്ക് ശേഷം വിളിക്കാന്ന്. അത് അമ്മ മൗനവ്രതത്തിലാ. ആ ശരി ചേച്ചി, ഓക്കെ. അമ്മ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വിളിച്ച്? 2 മിസ് കോള് കണ്ടുവന്ന്. നമ്മുടെ കൈ കൊടുത്തിട്ട് പോ. ഹലോ, എന്താ അച്ഛാ പ്രശ്നം? അല്ല, എന്തോ ആലോചിക്കുന്നതെന്ന് ചോദിച്ചാണേ. ഓ, ഞാൻ നിങ്ങളെ പറ്റിയാടെ ആലോചിച്ചോണ്ടിരിക്കണേ. ഞങ്ങളെ പറ്റി എന്തോന്ന് ആലോചിക്കുന്നു? നിങ്ങളുടെ അമ്മയുടെ ഇവിടെ അമ്പലത്തിൽ പോയി. എന്നിട്ട് അവൾ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാ? വാങ്ങിച്ചു. മിഠായി, കപ്പലി മിഠായി. ഞാൻ നിങ്ങൾക്ക് ഉഗ്രം കേക്ക് വാങ്ങിച്ചു തരും. ഇവിടെ കൊതിപ്പിക്കല്ലേ? 2 പേർക്ക് വാങ്ങിച്ചു തരും. എന്നാ എനിക്കൊരു വൈറ്റ് ഫോറസ്റ്റ്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പൊ എനിക്കൊരു ബോൾ ഐസ്ക്രീം. എന്നാ എനിക്കൊരു കോൺ ഐസ്ക്രീം. എടി മണ്ടി, അച്ഛൻ ഇതൊക്കെ മേടിച്ചിരുന്നു വിചാരം. എടി, അച്ഛൻ ഇതൊക്കെ മേടിച്ചാണെങ്കിലേ കാക്ക മലന്ന് വറക്കും. എടാ, നീ മലന്ന് വറക്കാൻ നീ എവിടെ ഇരി. ഡേയ്, എന്റെ കാശിലെന്നാ വിചാരം? കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് വാങ്ങിച്ചു തരാനുള്ള മനസ്സില്ല. അത്രേ ഉള്ളു പ്രശ്നം. മക്കളെ, നിങ്ങൾ അച്ഛനൊരു ഉപകാരം ചെയ്യണം. ആദ്യം പറഞ്ഞ സാധനം മേടിച്ചാ, എന്നിട്ട് പറ ഉപകാരമൊക്കെ. അതെ, എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അമ്മയുടെ മുമ്പേ ഒരു പ്രാവശ്യം ചെയ്യിക്കണം. അത് ഈ ജന്മത്തിലൊന്നും നടക്കുന്ന എനിക്ക് തോന്നില്ല. കാര്യം പറ, അച്ഛൻ ഞങ്ങൾ വിജയിപ്പിച്ചുതരാം. അത് തന്നെ. സത്യം? സത്യം, സത്യം, സത്യം. സത്യം പറഞ്ഞ് വിജയിപ്പിച്ചില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും. ആരുടെ? എന്റെ. ഞങ്ങളുടെ അല്ല, ഭാഗ്യം. ആദ്യം നിങ്ങളുടെ, പിന്നെ എന്റെ. അയ്യോ, തല പൊട്ടിത്തെറിക്കോ? നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അമ്മയുടെ മൗനവ്രതം മുടക്കണം. അത്ര ഉള്ള കാര്യം. ആദ്യം അച്ഛൻ അമ്മയെ പോയി ഇക്കിളിയിട്. അപ്പൊ അമ്മ പൊട്ടിച്ചിരിക്കും. ഇങ്ങനെ പൊട്ടിച്ചിട്ട് അമ്മ പറയും, അടങ്ങി നിൽക്ക് പാലു, അടങ്ങി നിൽക്ക് പാലു എന്ന്. അപ്പൊ മൗനവ്രതം പൊട്ടിത്തെറിക്കും. നടക്കുവോ? പിന്നെ നടക്കാതെ? അതല്ല, ഈ അമ്മയുടെ മുമ്പേ ചെന്ന് ഇക്കിളിയുടെ എന്നൊക്കെ പറഞ്ഞ, അയ്യോ മക്കളെ പറ്റൂടാ. എന്നാ അമ്മ അച്ഛനെ ചീത്ത വിളിച്ചാൽ മതിയോ? അമ്മ അച്ഛനെ ചീത്ത വിളിച്ചാൽ മതിയോന്ന്? ദേഷ്യം കുറെ ചീത്ത വിളിച്ചാൽ മതി. അതിപ്പോ അതോടുകൂടി അവളെ മനോരഥം പൊട്ടുമല്ലേ? പൊട്ടും. നീ പോ. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് വരാം. ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, കോൺ ഐസ്ക്രീം, ബോൾ ഐസ്ക്രീം. പോ. മറക്കാതെ വാങ്ങിച്ചു തന്നേക്കണം. മേടിച്ചോ? നീ എന്തൊരു അഭിപ്രായം പറയാത്തെ? എടാ, നീ പറഞ്ഞ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മയുടെ മൗനവ്രതം മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ശിക്ഷിക്കത്തില്ലേ? അത് ശരിയാ. അമ്മയുടെ മൗനവ്രതം മുടക്കുകയും വേണം, പക്ഷെ ദൈവം നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യരുത്. പക്ഷേ ഞാൻ ആലോചിച്ചിട്ടൊന്നും എൻ്റെ ബുദ്ധി തെളിയുന്നുമില്ല. തെളിയത്തില്ല. നീ അച്ഛൻ്റെ മോനല്ലേ,
നിനക്ക് അച്ഛൻ്റെ ബുദ്ധി തന്നെയുള്ള അതാ ഒന്നും നിലയായിരിക്കുന്നത്. എന്നാ നീ പറ. എന്നാലോചിക്കട്ടെ. എടാ അമ്മ എത്ര മണി വരെയാ ഈ മൗനവ്രതം എടുക്കുന്നെന്ന് പറഞ്ഞേ? 6 മണി. 6 മണി. കുളം വരയ്ക്കുക. എടാ അതല്ല, എനിക്കൊരു ഐഡിയ കിട്ടി. പക്ഷെ മാമന്റെ ചെറിയൊരു സഹായം വേണം, അത്രേ ഉള്ളൂ. അത് വേണോ? മാമൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ പാതി പങ്ക് മാമൻ വേണമെന്ന് പറഞ്ഞാലോ? എടാ അങ്ങനൊന്നും പറയത്തില്ല, നീ കേക്ക്. നമ്മൾ മാമന്റെ അടുത്ത് ചെന്ന് കാര്യം പറയുന്നു. ഓക്കെ. മാമന്റെ ചെറിയൊരു കൈ സഹായം മതി, ഈ സാധനം വിജയിക്കും. അങ്ങനത്തെ സാധനം. പക്ഷെ ഞാൻ പറഞ്ഞ മാമൻ കേൾക്കത്തില്ല. നീ പറ. ഞാൻ പറയാം, പറഞ്ഞിട്ട് കിട്ടില്ലേ പൊട്ടിക്കരയും. സാധനം വിജയിക്കും. പക്ഷെ മാമൻ എന്തോ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? എടാ അതൊക്കെ ഉണ്ട്, നീ വാ, ഞാൻ പറഞ്ഞുതരാം, വാ. അപ്പൊ എങ്ങനെ തുടങ്ങൊക്കെ ചെയ്യാം, പക്ഷെ എനിക്കൊരു പേടി. ഇത് ദൈവികമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് മുടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലാഭത്തും. എന്നാലും ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കാര്യം ഓർക്കുമ്പോ അത് ശരിയാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ വാ. പുസ്തകം വായിക്കാണല്ലേ? ഏത് പുസ്തകമാ? രാമായണം അല്ലേ? അമ്മ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും തരുവോ? പിന്നെ അച്ഛനും വിശക്കുന്നുണ്ട്. അയ്യേ അമ്മ, അച്ഛനുണ്ടാക്കിയ കൊള്ളത്തില്ല, തിന്നൊന്നും കൊള്ളത്തില്ല വായിക്കാൻ. അത് തന്നെ. ഓ മനസ്സിലായി. അമ്മയുടെ ഓഫീസിൽ ചെന്ന് നമുക്ക് കിട്ടിയ പാഴ്സൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാനിവിടെ നിൽക്കണോ? അച്ഛനോട് ഇറങ്ങി പോവാൻ പറയുന്നു. അച്ഛൻ ഇറങ്ങിപ്പോ. വേണ്ട, വായോ. അയ്യോ എന്താടാ? രക്ഷയില്ല. അമ്മയുടെ മൗനവ്രതം മുടക്കാൻ നോക്കിക്കഴിഞ്ഞാ അത് പറ്റത്തില്ല. ബ്ലാക്ക് ഫോറസ്റ്റ് വേണ്ടേ? അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ, അടി കൊള്ളാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. നിങ്ങൾ തോറ്റോടിയല്ലേ? കൊള്ളാം. അമ്മയുടെ വ്രതം മുട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ, ഞാൻ ഇത് അമ്മയോട് പറഞ്ഞു കൊടുക്കും. പറയല്ലേ? ഇല്ല, ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും. അയ്യോ അച്ഛൻ പിന്നാലെ പോ, ചെല്ലേ. അമ്മ അച്ഛനുണ്ട്. അമ്മ പറയട്ടെ. അമ്മ അച്ഛൻ എന്തെന്നാ അമ്മ ഇത് പറഞ്ഞൊന്നും മനസ്സിലാക്കണൂല. അമ്മ വാ തുറക്കണ്ട, അല്ലെങ്കിൽ അമ്മ പൊട്ടിയ. അമ്മ അച്ഛൻ പാടി പോടി. അച്ഛനെ ചതിക്കാൻ നോക്കി എങ്ങനെ ഇരിക്കും. എന്തോന്നില്ലു കുട്ടികൾ വിശന്ന് വരുമ്പോ അവരെ ഓടിക്കണ. മനസ്സ് മൊത്തം ക്രൂരതയാണ്, എന്നിട്ടും അവന് വെറുതെ ഇരുന്നോളൂ. ടി വി കാണാൻ പോവാന്. ഓ പാഴ്സൽ വാങ്ങിക്കാൻ പോവാൻ ഞാൻ പോണോ? എൻ്റെ അച്ഛൻ കുട്ടമ്മയുടെ അടുത്ത് പറ. എങ്ങനെ വിടും? പറയിപ്പിക്കല്ലേ, പറയണ. നീ ഞാൻ എന്തിനു പറയണമെന്ന്? പറയണല്ല, നീ പറയിപ്പിക്കണേണ്. ഞാൻ വേറൊരു കാര്യം പറയാണ്ട് വന്നത് ഇവിടെ. എൻ്റെ അനിയൻ സുരേന്ദ്രയില്ലേ, നേരത്തെ ഇങ്ങനെ ഫോൺ വിളിച്ചിരുന്നു. അല്ലെന്ന് ഞാൻ ഇങ്ങനെ പറയണത്. എൻ്റെ അനിയൻ സുരേന്ദ്ര നേരത്തെ ഇങ്ങനെ ഫോൺ ചെയ്ത് നിന്റെ പേരിൽ മാമ എഴുതി തന്നില്ലേ, രാഘവ മാമ 80 സെന്റ് സ്ഥലം എഴുതി തന്നില്ലേ, അത് കൊടുക്കണമെന്ന് ചോദിച്ചോണ്ട് ആള് വന്നു. ഞാനത് കൊടുക്കാൻ പോണം. വില കുറച്ചാണ് പറഞ്ഞത്, എന്നാലും കൊടുക്കല്ലേ? കൊടുക്ക കൊടുക്കാൻ പോണു. ആര് വിളിച്ചെന്നാ? എൻ്റെ അനിയൻ സുരേന്ദ്രൻ, അവനാണ് വിളിച്ചത്. അത് മനസ്സിലായി. ആരുടെ ചോദിച്ചിട്ടും കാര്യമില്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ സ്ഥലം കൊടുക്കാൻ പോണു. അളിയാ കൂടുതൽ പൊട്ടം കളിക്കല്ലേ? ചേച്ചി ചോദിച്ചാൽ മനസ്സിലായില്ല അളിയന്? ചോദിച്ചത് മനസ്സിലായില്ലേ? ചേച്ചി ചോദിച്ചു. ആര് ചോദിച്ചു? എന്ത് ചോദിച്ചു? ആരെടുത്ത് ചോദിച്ചിട്ടാണ് വാക്ക് കൊടുത്തതെന്ന്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ആർക്ക് വാക്ക് കൊടുത്തു ചേച്ചി? ഞാൻ പറഞ്ഞു കൊടുക്കാണ്. ആരും ഇവിടെ ആർക്കും വാക്ക് കൊടുത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഇവള് പറഞ്ഞിരിക്കാം.
രാഘവൻ മാമന് സ്ഥലം ചേച്ചി കൊടുക്കാൻ വേണം. കൊടു നല്ല കാര്യം. കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പോണം. കൊടുക്ക ഇപ്പൊ തന്നെ ഒപ്പിടണമെന്ന്. അത് കറക്റ്റ്. പിന്നെ എന്തോന്ന് ചേച്ചി ഇത്? ഇടാ അവള് പറയുന്നത് നിനക്ക് അറിഞ്ഞൂടെ? ഇടാ അവള് പറയണത് ഇനി മേലെ എന്റെ ഭർത്താവിനെ നീ ഒന്നും പറയരുതേ എന്നാണ് പറഞ്ഞ അല്ലേ? അതൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ മൂകാമ്പിലേയും കളിച്ചോ. ഞാൻ പോണു എന്റെ ഇതിന്. നിങ്ങൾ എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കണ്ട എന്നല്ലേ പറഞ്ഞേ? കൂടുതൽ കളിക്കാം. കൂടുതൽ കളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. നിന്റെ വ്രതം പോവും. വ്രതം മുടക്കും. ഇനിയെങ്കിലും വാ തുറന്ന് വല്ല പറയടി. 6 മണി കഴിഞ്ഞ അച്ഛനമ്മയുടെ അടിമ. ഉഗ്രമൂർത്തിയല്ലേ പിടിച്ചേക്കണേ? മൂന്ന് സെക്കൻഡ്. 2 സെക്കൻഡ്. ഞാൻ സംസാരിക്കൂലെന്ന് വിചാരിച്ചല്ലേ? എന്റെ നാക്ക് പൊങ്ങൂലെന്ന് വിചാരിച്ചാ? നിങ്ങള് രാഘവമാമൻ വസ്തു ആർക്ക് കൊടുക്കാൻ പോണെന്നാ പറഞ്ഞേ? എന്താ പിന്നത്തെ നാക്ക് പൊങ്ങൂലേ? എന്റെ വ്രതം തടസ്സപ്പെടുത്താൻ നോക്കിയല്ലേ ചതിയൻ. ദേവി എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വ്രതം എടുക്കാൻ പറ്റിയത്. ഇരിക്കണ ഇരിപ്പടിയില്ല പാറ പോലെ കൊള്ളൻ. നിങ്ങൾ രാഘവമാമന്റെ വസ്തു വില കുറച്ച് കൊടുക്കാൻ പോവാണോ? ആർക്ക് കൊടുക്കാൻ പോണു? ഇപ്പൊ ആ വസ്തു കൊടുക്കാനൊന്നും പറ്റത്തില്ല. നല്ല വില കിട്ടണ വസ്തുവാണ്. അത് നല്ല വില കിട്ടുമ്പോ മാത്രം കൊടുത്താൽ മതി. എന്നാ ഇരിപ്പ് കണ്ടില്ലേ? നിങ്ങൾ നാക്കെന്താ പൊങ്ങൂലേ? വട്ടപൂജ ആവാൻ വേണ്ടി എന്താ പറഞ്ഞ? വട്ടപൂജ. അമ്മ അച്ഛൻ നാളെ രാവിലെ 6 മണി വരെ മൗനവ്രതം എടുക്കുന്നെന്ന്. മൗനവ്രതം എടുക്കണമെന്ന്? നാളെ രാവിലെ 6 മണി വരെ. ഇത് കള്ളവ്രതം. എടാ കൊരങ്ങനാവാൻ വ്രതം എടുക്കണമെന്ന്. ചെവി കേക്കൂലേ? അമ്മ അതല്ല, നാളെ ഹനുമാൻ കോവിലിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ ഹനുമാൻ കോവിലിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരും. ഇത് വേറൊന്നുമല്ല, ഇത് മനുഷ്യനിൽ നിന്ന് കുരങ്ങിലേക്കുള്ള പരിണാമം വ്രതത്തിലൂടെ നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലേ? നിങ്ങൾ എന്ത് വ്രതം വേണമെങ്കിലും എടുത്തോ, പക്ഷെ മൗനവ്രതം ഇപ്പൊ എടുക്കണ്ട കേട്ടാ? അനിയന്റെ അടുത്ത് നിങ്ങൾ എന്തിനാ വാക്ക് പറഞ്ഞ ഇപ്പൊ സ്ഥലം കൊടുക്കാൻ പോണൂന്ന്? പൈസ കിട്ടുവോ? പൈസ കിട്ടുമ്പോ തരൂലെന്നാ? നിന്നെ പിന്നെ കണ്ടോൾ കളിച്ചോടാ മനുഷ്യ. കൊടുക്കുമ്പോ കൊടുക്കൂല, വിക്കൂല. നീ ആര് ഞാൻ ആര്? ചെവിട്ടത് അടിക്കുന്നു. തൊട്ട് നോക്ക്, ശരിയാക്കി തരും ഞാൻ. ചേച്ചി കാണിക്കണ എന്താണത്? എന്തോന്നോ ബാലു, ഒരു കാര്യം പറഞ്ഞേക്കാം, സ്ഥലം കൊടുക്കാൻ പറ്റൂല. ചേച്ചി അച്ഛനെ പറഞ്ഞു. അച്ഛനെ പറഞ്ഞാ നേരെ പറഞ്ഞു കൊടുക്കണ്ടാ. ഞാൻ എന്താ പറഞ്ഞത്? ശ്രീ, എടാ ഈ ഭാവത്തിന്റെ അർത്ഥം എന്താണ്? പത്മ